കാലം തെളിയിച്ചു. ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ്. അതുപോലെ എത്ര അനുഭവങ്ങൾ. അതിനിടയിൽ ഞങ്ങൾ പലതും വിശദീകരിക്കുന്നവരാണ് ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം. മലപ്പുറത്ത് ഈ വിശദീകരണം സംഘടിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ തുടങ്ങിയതുകൊണ്ടാ. അടിക്കാൻ തുടങ്ങുമ്പോൾ ആലോചിച്ചോളണം തിരിച്ചു കിട്ടുന്നു. അത് ആരും ആലോചിച്ചോളണം. തുടങ്ങുമ്പോൾ ആലോചിക്കണം. തിരിച്ചു കിട്ടാതെ അടിക്കണമെങ്കിലേ ഗുജറാത്തിലുണ്ട് കുറച്ച് ആളുകൾ. ഇപ്പൊ അവരെ പോയി അടിക്കേണ്ടി വരും. അത് തിരിച്ചു കിട്ടും. അത് തീർച്ചയല്ലേ. അത് തുടങ്ങുമ്പോ ആലോചിക്കണം. അതിൽ പിന്നെ ബേജാറായിട്ട് കാര്യമില്ല. ഇവിടെ പലതും ഞങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്. വിശദീകരിച്ചതിന്റെ ഗുണഫലം ഉണ്ടായിട്ടില്ലേ? പലർക്കും ഞങ്ങൾ മസ്തല പഠിപ്പിച്ചടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ദർസിൽ കേതാലും പിന്നെ വരാനൊരുക്കല്ല. പഞ്ചായത്ത് ഓഫീസിൽ കിതാബേറ്റ് വരൂല്ല. പിന്നെ പൊതുവേദിയിൽ വെച്ച് ഓതിക്കൊടുക്കന്നെ. പിന്നെ പൊതുവേദിയിൽ വെച്ച് കിതാബ് ഓതിക്കൊടുക്കല്ല എന്താ ചെയ്യാ? നിങ്ങൾക്കറിയില്ലേ? സംസ്ഥാനത്തിന്റെ കണ്ണൂര്, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ജില്ലാ കാദിമാരെ നിയമിച്ചു. ജില്ലാ കാദിമാരെന്ന പേരിൽ ഇല്ലേ? അങ്ങനെ തന്നെ നിയമിച്ചത്. ഇവരുടെ വളക്ക് പോലും അങ്ങനെയല്ല കാദിമാരെ പരിചയപ്പെടുത്തിയത്. ആദ്യകാലത്ത് ജില്ലാ കാദിമാരെന്ന പേരിൽ പരിചയപ്പെടുത്തി. ഞങ്ങൾ പറഞ്ഞു ഒരു ജില്ലയിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് മൊത്തമായി ചേർന്ന് കാളിയായി നിശ്ചയിച്ചാൽ മാത്രമേ അയാൾ ജില്ലയുടെ കാളിയാകൂ. ഒരു ഗ്രൗണ്ടിൽ ചേർന്ന് പൊതുയോഗത്തിൽ വെച്ചൊരാൾ കാളി എന്ന് പറഞ്ഞാൽ അയാൾ കാളിയാകില്ല. ഞാൻ തമാശ രൂപത്തിൽ അന്ന് പറഞ്ഞു അത് ജില്ലാ കാളിയല്ല, ഗ്രൗണ്ട് കാളിയാണ്. അന്ന് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഫലണ്ടായില്ലേ? ഇപ്പൊ എങ്ങനെയാ പറയുന്നത്? സംയുക്ത കാളിയിൽ ജില്ല പോയി. എന്താ ജില്ല പോയി? അന്ന് ഓതിയ കിതാബല്ലേ ഇപ്പൊ? തിരുത്തിന്ന് പറയാൻ മടിണ്ടാവും. തിരുത്തിയില്ലേ? തിരുത്തിച്ചില്ലെന്ന് ഞാൻ ചോദിക്കണില്ല. അങ്ങനെ തിരുത്തിയില്ലേ? തിരുത്തിയിട്ടില്ലേ? സാമാന്യ ബോധമുള്ള മറുഭാഗത്തുള്ള ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ ഓർക്കണം, തിരുത്തേണ്ടി വന്നിട്ടില്ലേ? മലപ്പുറം ജില്ലയുടെ കാളി എന്ന പേരിൽ നെല്ലിക്കുത്തൊരു സാധുവിന് കോട്ടക്കൽ പുത്തൂര് പാടത്ത് വെച്ചാ തൊപ്പിട്ട് കൊടുത്ത തലയില് ഇല്ലാ കാളി. ആ പുത്തൂര് പാടം ഉൾക്കൊള്ളുന്ന മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് അതിലില്ല. അയാൾക്ക് തൊപ്പി വെച്ച് കൊടുത്ത മാന്യദേഹത്തിന്റെ മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദില്ല. അയാൾ താമസിക്കുന്ന നെല്ലിക്കുത്ത് മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് അതിലില്ല. അയാൾ പലപ്പോഴും മാസം ഉറപ്പിക്കാറുള്ളത് മലപ്പുറം കേന്ദ്രമായാണ്. അവരുടെ ആഫീസ് നിലകൊള്ളുന്ന കെട്ടിടം ഉൾക്കൊള്ളുന്ന മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദില്ല. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് അയാൾ കാളി? ഏതടിസ്ഥാനത്തിലാണ്? ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്? കിതാബ് ഓതിയ ഒരാളുണ്ടെങ്കിൽ പറയണം. ആരാണ് ഞങ്ങൾക്ക് കിതാബ് ഓതി തരാൻ? പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റൂല എന്ന് പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് വന്ന് കിതാബ് ഓതാൻ ഉള്ളാൾ മുതൽ ഇല്ലാത്ത ആൾ വരെ സർവാളുകളെയും ഞാൻ 1000 കുതിരശക്തിയോടുകൂടി വെല്ലുവിളിക്കുന്നു. ഉമ്മ പ്രസവിച്ചവരുണ്ടെങ്കിൽ, ആരാ ഉമ്മ പ്രസവിച്ചവരുണ്ടെങ്കിൽ വാ, കിതാബ് ഓതിച്ച് എനിക്ക് കിതാബ് ഓതിച്ച്. ആരാ അങ്ങനെ ഒരുത്തൻ? അങ്ങനെ ഒരുത്തണ്ടോ? നിങ്ങൾക്ക് കിതാബാണ് പഠിപ്പിച്ചാറ് മൂസ. എനിക്ക് കിതാബ് പോയി തരുന്നു. എനിക്ക് നിങ്ങളെ അറിയേ. ഈ കുട്ടികൾക്ക് നിങ്ങൾ അറിയില്ലാന്ന് കരുതിയിട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താലേ. ഭിന്നിപ്പ് ഇപ്പം ഉണ്ടായിട്ടല്ലേ ഉള്ളൂ. ഭിന്നിപ്പിന്റെ ശേഷം വന്ന പിള്ളേർക്ക് ആളറിയില്ലായിരിക്കും. ഭിന്നിപ്പിന്റെ മുമ്പുള്ളവർക്ക് അറിയില്ലേ? ഏതാ കിതാബ്? ഏതടിസ്ഥാനത്തിലാ ജില്ലാ കാളി? വാദപ്രതിവാദത്തിനുണ്ടോ? ചർച്ചക്കുണ്ടോ? ആരാളുള്ളത്? നിങ്ങളെല്ലാരും കൂടി ഒരു ഭാഗത്ത്, ഞാൻ ഒറ്റക്കൊരു ഭാഗത്ത്. നിങ്ങൾ 40 ആള് മുഷാവറക്കാർ, 40 ആള് ഒരു ഭാഗത്ത്, ഞാൻ ഒറ്റക്കൊരു ഭാഗത്ത്. എന്നാ എനിക്കൊന്ന് കാണണം. കേരളത്തിൽ എവിടെ വെച്ചു ആവാം? ഞാൻ ഒന്ന് കാണണല്ലോ.